പള്ളിക്കൂദാശ ഒന്നാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിളവധികം, വേലക്കാരോ ചുരുക്കം. സ്വർഗം വിട്ടിറങ്ങി വന്ന യേശു തനിക്ക് ചുറ്റും കടന്നു വന്ന പലരെയും കണ്ടപ്പോൾ അവരോട് വലിയ അനുകമ്പ തോന്നി. അവരെ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും രോഗസൗഖ്യം നൽകിയും ചുറ്റി സഞ്ചരിച്ചു. അതൊരു മാതൃകയായിരുന്നു. തന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ ദൗത്യം തുടരുന്നതിനു വേണ്ടി അവൻ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതും തന്റെ അധികാരം കയ്യേൽപ്പിക്കുന്നതുമായ ഭാഗം നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ നേതൃത്വത്തെ ഇടയന്മാരായി അംഗീകരിക്കുന്നില്ല. തങ്ങളെ തന്നെ പോറ്റുന്ന ഇടയന്മാർക്ക് ദുരിതം എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത്. എസെക്കിയാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 2-ാം വാക്യം. അവർ ഭാരമുള്ള ചുവടുകൾ അവരുടെ ചുമരിൽ വെച്ചു കെട്ടുകയും സഹിക്കാൻ ചെറുവിരൽ പോലും അനക്കാനാകാത്തവരുമാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 24-ാം വാക്യം. അതുകൊണ്ടാണ് ഏറെ പ്രതീക്ഷയോടെ പുതിയ നേതൃത്വത്തെ അവൻ തിരഞ്ഞെടുക്കുന്നത്. സത്യദൈവത്തെ അറിയാത്ത അനേകം ജനങ്ങൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. വിളവധികം, വേലക്കാരോ ചുരുക്കം എന്ന യേശുവിന്റെ പരിവേദനം നമ്മുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. വിളവെടുപ്പ് യുഗാന്ത്യത്തെ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുക എന്നതാണ് നമ്മുടെ പ്രഥമ ദൗത്യം. ഏറെ പ്രവർത്തിക്കാനുണ്ടായിട്ടും മറ്റു വേലകളിൽ മുഴുകി സുവിശേഷ വേല ചെയ്യാതിരുന്നാൽ സമയത്തിന്റെ പൂർത്തിയാൽ തക്കതായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും.